എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ കാത്തിരുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 6 ജില്ലകളിലെ റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബർ മാസത്തിലാണ് ഈ പരീക്ഷ നടന്നത്. സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ വിവിധ ജില്ലകളിലേക്കുള്ള പരീക്ഷ നടക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ ഡിസംബറിലൊക്കെ ആയിട്ട് നടക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ റാങ്ക് ലിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എത്ര പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് ആണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് 2026 ഫെബ്രുവരി 23 കഴിഞ്ഞ ദിവസം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 1ാം റാങ്ക് കിട്ടിയിട്ടുള്ളത് റിതിൻ രാജിനാണെന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എത്ര പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. മെയിൻ ലിസ്റ്റിലായിട്ട് 78 പേരും വിവിധ സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലായിട്ട് 20 പേരും, അങ്ങനെ 98 പേരാണ് കാസർഗോഡ് ജില്ലയിലെ സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 98 പേർക്കും എൻട്രിയുടെ അഭിനന്ദനങ്ങൾ നേരെയാണ്. അടുത്ത റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെയാണ്. കാറ്റഗറി നമ്പർ നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും, 743/2024 എന്നുള്ളതായിരുന്നു കാറ്റഗറി നമ്പർ. തിരുവനന്തപുരം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് ഫെബ്രുവരി 17 ഈ ഫെബ്രുവരി 17 സോ അതിന് ഒരു ഇനിയുള്ള സമയങ്ങളിലൊക്കെ ആയിട്ട് ഇതിനകത്തുനിന്ന് ആളുകളെ എടുക്കുന്നുണ്ടാകും. രാകേഷ് SP ആണ് 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 75 പേർ മെയിൻ ലിസ്റ്റിലും 27 പേർ വിവിധ സപ്ലിമെൻ്ററി ലിസ്റ്റിലും, അങ്ങനെ 102 പേരാണ് ആകെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെയാണ്. ആലപ്പുഴ ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതും 2026 ഫെബ്രുവരി 17 ആലപ്പുഴ ജില്ലയിൽ എത്ര പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. 58 പേർ മെയിൻ ലിസ്റ്റിലും 17 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലും, അങ്ങനെ 75 പേരാണ് ആലപ്പുഴ ജില്ലയിലെ സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ണൂർ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 23 നമ്മൾ കാസർഗോഡും കണ്ണൂരും ഒക്കെ റാങ്ക് ലിസ്റ്റ് ഒരേ ദിവസമാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്ര പേരാണെന്ന് നോക്കാം നമുക്ക്. 50 പേര് മെയിൻ ലിസ്റ്റിലും 25 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും, അങ്ങനെ 75 പേരാണ് ടോട്ടൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുള്ളത്. അടുത്തത് നോക്കാനാണെങ്കിൽ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ 17/2/2026 റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇവിടെ എത്ര പേരാണ്? 129 പേരാണ് മുഴുവൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ 98 പേർ മെയിൻ ലിസ്റ്റിലും 31 പേർ വിവിധ സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലുമായിട്ടാണ് എന്ന് നിങ്ങൾ കാണുക. ഏറ്റവും ഒടുവിൽ ഇടുക്കി ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നോക്കാം. ഇടുക്കി ജില്ലയിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഫെബ്രുവരി 17 തന്നെയാണ്. ഇവിടെ മുഴുവനായിട്ടും 153 പേരാണ് കേട്ടോ. 153 പേരാണ് ഇടുക്കി ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ 127 പേർ മെയിൻ ലിസ്റ്റിലും 26 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അങ്ങനെ തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, ഇടുക്കി, ഇങ്ങനെ 6 ജില്ലകളിലെ സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ലിസ്റ്റുകളും തുടർന്നുള്ള ദിവസങ്ങളിൽ വരും. സോ മെജോറിറ്റി ജില്ലകളിലൊക്കെ വന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. സോ വിജയികൾക്കൊക്കെ അഭിനന്ദനങ്ങൾ. 1ാം റാങ്കും 2ാം റാങ്കും നല്ല റാങ്കുകളൊക്കെ കരസ്ഥമാക്കിയവർക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും എൻട്രിയുടെ അഭിനന്ദനങ്ങൾ. നന്നായി പഠിച്ചവരൊക്കെ നല്ല റാങ്കുകൾ നേടി മികച്ച വിജയം കരസ്ഥമാക്കി നിങ്ങളുടെ അഡ്വൈസിനും അപ്പോയിൻമെൻറ്റ് ലെറ്ററിനും ഒക്കെ ആയിട്ട് കാത്തിരിക്കുക. റാങ്കൊക്കെ കുറഞ്ഞു പോയി എന്ന് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ ആയില്ല എന്ന് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട. അടുത്ത അവസരങ്ങൾ നമുക്ക് ഇനിയും വരുന്നുണ്ട്. മെയ് മുതൽ അങ്ങോട്ട് പരീക്ഷകളുടെ നീണ്ട നിരയാണത്. അടുത്ത ദിവസം സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നു. ഏപ്രിൽ മാസത്തിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിലിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നു. മെയ് മുതൽ അങ്ങോട്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരുന്നു. കമ്പനി ബോർഡ് LGS പോലുള്ള ഏറ്റവും അടിപൊളി പോസ്റ്റുകളിലേക്കുള്ള, ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷ വരുന്നു. ഫോഴ്സ് ലെവൽ എക്സാംസ് ധാരാളം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നോർത്തൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ സമയങ്ങൾ ഇനിയും നമുക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ വിജയത്തിന് ഇനിയും കാലദൈർഘ്യം എടുക്കും. അത് നല്ല സമയം വരും എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ വീണ്ടും വീണ്ടും പരീക്ഷകൾക്കായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വിജയികൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.